அன்றியும் அவருடைய தீர்மானத்தின்படி அழைக்கப்பட்டவர்களாய் தேவனிடத்தில் அன்பு கூறுகிறவர்களுக்கு சகலமும் நன்மைக்கு ஏதுவாக நடக்கிறதென்று அறிந்திருக்கிறோம். ரோமர் 8:28. And we know that all things work together for good to them that love God, to them who are the called according to his purpose. Romans 8:28. ஆண்டவரும் இரட்சகருமாகிய இயேசு கிறிஸ்துவின் நாமத்தினாலே காட் கூசிஸ் மினிஸ்ட்ரி சார்பாக இணைந்து ஜெபிக்கிற ஊழியர்கள், யூடியூப் சேனல் வாயிலாக செய்தியை கேட்கிற ஊழியர்கள் மற்றும் தேவ பிள்ளைகள் யாவருக்கும் அன்பின் வாழ்த்துக்கள். தேவனாகிய கர்த்தர் இந்த மாதத்திலே நம்மை வெற்றி சிறக்க பண்ணுவார் என்பதை உறுதிப்படுத்துகிறேன். தேவனாகிய கர்த்தருடைய கிருபையினாலே கடந்த 4 மாதங்களை கடந்து வந்திருக்கிறோம். சூழ்நிலைகள் நம்மை எத்தனையோ விதங்களிலே சோர்வுக்குள்படுத்தியிருக்கலாம். ஆனாலும் அவை எல்லாவற்றையும் ஜெயிக்க தேவனாகிய கர்த்தர் கிருபை செய்திருக்கிறார். அவருடைய கிருபையும் சமாதானமும் பாதுகாப்பும் தயவும் கடந்த 4 மாதங்களில் இருந்தது போல இந்த 5வது மாதத்திலேயும் உங்களோடும் உங்கள் குடும்பங்களோடும் உங்கள் ஊழியங்களோடும் இருக்க வேண்டும் என்று ஆசீர்வதிக்கிறேன். தேவனாகிய கர்த்தர் நம்மை கொண்டு இந்த மாதத்திலே பெரிய காரியங்களை செய்வாராக. தேவனுடைய ஆசீர்வாதங்களை நாம் ஜெபித்து பெற்றுக்கொள்வோம். கர்த்தர் தாமே பெரிய காரியங்களை செய்வாராக. ஆமேன். പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ പ്രഭാതത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹത്തെയും വന്ദനത്തെയും അറിയിച്ചു കൊള്ളുകയാണ്. ജാതി, മത, ഭേദ, വർണ്ണ, വർഗ, സഭ വ്യത്യാസമെന്നെ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ രാത്രിയിൽ ഒത്തിരി വേദനയോടെയും പ്രയാസത്തോടെയും കണ്ണുനീരോടെയും പ്രാർത്ഥനയോടെയും ആയിരുന്നവരെ ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് കാണുവാൻ, ഒരുമിച്ച് ജീവന്റെ വചനത്തെ കേൾപ്പാൻ, ചിന്തിപ്പാനൊക്കെ ദൈവം അത്ഭുതം ചെയ്തത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആത്മീകപരമായും ശാരീരികപരമായും സാമ്പത്തികപരമായും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിശ്ചയമായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നമ്മുടെ കഷ്ടതയും പ്രയാസം കണ്ടിട്ട് പിന്മാറുന്ന ദൈവമല്ല. നമ്മുടെ നിലവിളി കേൾക്കാതെ വണ്ണം ചെവി മന്ദമായിരിക്കുന്ന ദൈവത്തെയല്ല നാം ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യുന്നത്. ഹല്ലേലൂയ. നമ്മുടെ കൂടെ ഇരിക്കുകയും നമ്മുടെ കരയുമ്പോൾ നമ്മെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ദൈവത്തെയാണ് നാം സേവിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. എൻ്റെ പേരത്രേ ഇമ്മാനുവേൽ. ഹല്ലേലൂയ. ദൈവം നമ്മോട് കൂടെ, യേശു നമ്മോട് കൂടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിൽ ആകുല ചിന്തയിലും പ്രയാസത്തിലും പ്രതിസന്ധിയിലുമായിരിക്കുന്നവരെ ഭാരപ്പെടേണ്ട. ദൈവം ഇന്ന് അത്ഭുതം ചെയ്യും യേശുവിന്റെ നാമത്തിൽ. ഗാഡ് ഗോസ് മിനിസ്ട്രിയുടെ ബന്ധത്തിൽ ഈ പ്രഭാതത്തിൽ ഒരു ദൈവിക സന്ദേശം അറിയിപ്പാൻ ദൈവം എന്നെ എഴുന്നേൽപ്പിച്ചല്ലോ. അതിനായി ദൈവത്തിന് നന്ദി പറയുകയാണ്. വിശേഷാൽ ഏറെ ബഹുമാനവും സ്നേഹവുമുള്ള തോമസ് അവറുകൾ തൻ്റെ കുടുംബം, തൻ്റെ മിനിസ്ട്രി, തൻ്റെ എല്ലാ ശുശ്രൂഷകളെയും ദൈവം ഇരട്ടിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന ശക്തന്മാരായ എല്ലാ അഭിഷിക്തന്മാരെയും പ്രാർത്ഥനാ പോരാളികളെയും എല്ലാ ടീം ലീഡേഴ്സിനെയും എല്ലാ സഭകളെയും തന്റെ പ്രവർത്തനങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാവിലെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്റെ പ്രവർത്തന മേഖല യേശുവിന്റെ നാമത്തിൽ ഒരു അനുഗ്രഹമായിരിക്കാൻ സ്വർഗം സഹായിക്കട്ടെ. ഇനി മുമ്പോട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മന്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. ആമേൻ. തന്റെ കുടുംബത്തെയും തന്റെ ശുശ്രൂഷകളൊക്കെ ഒരിക്കൽ കൂടി നന്ദിയോടെ ഓർക്കുന്നു. ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആമേൻ. ഈ രാവിലെ ഒരു വചന മർമ്മ ഭാഗം ഞാൻ
ചിന്തിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അതിനായി പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന തിരുവചന വേദഭാഗം നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വചന ശകലമാണ് രാവിലെ ഞാൻ വായിക്കുന്നത്. റോമർ 8-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. റോമർ 8-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. ആ വാക്യം ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യമായ ശരീരങ്ങളെയും ജീവിപ്പിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടി ഈ വാക്യം ആവർത്തിച്ച് വായിക്കുന്നു: യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യമായ ശരീരങ്ങളെയും ജീവിപ്പിക്കുന്നു. ആമേൻ. ഈ പ്രഭാതത്തിൽ ദൈവം നമുക്ക് തന്ന നല്ല വചനത്തിനായി ദൈവത്തിന് നന്ദി പറയുകയാണ്. ആമേൻ. വേഗത്തിൽ നമുക്കതിന്റെ ഒരല്പ ചിന്തയിലേക്ക് പോകാം എന്ന് ദൈവത്തിൽ വിശ്വസിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവം പുത്രനായ യേശു ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് തന്നു, നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി. ആമേൻ. മറിയ എന്ന കന്യകയിൽ ഉൽപ്പാദിക്കപ്പെട്ടു, മനുഷ്യനായി അവതരിപ്പിച്ചു. ഹല്ലേലൂയ. വളർന്നു, വലുതായി, ദൈവിക കാര്യങ്ങൾ നമ്മോട് പഠിപ്പിച്ചു. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും സൗഖ്യത്തെക്കുറിച്ചും ജീവനെക്കുറിച്ചും നന്മയെക്കുറിച്ചും തിന്മയെക്കുറിച്ചുമല്ല സാക്ഷാൽ മനുഷ്യനായിരുന്നു. അപ്പോൾ തന്നെ സാക്ഷാൽ ദൈവമായിരുന്നു. ആമേൻ. സ്വന്തമായി വന്നു, സ്വന്തക്കാരോ അവനെ കൈക്കൊണ്ടില്ല. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ആമേൻ. പുരോഹിതന്മാരും ശാസ്ത്രിമാരും പറഞ്ഞു, ഇവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും പ്രസംഗിക്കുന്ന ഇവൻ തച്ചന്റെ മകനല്ലയോ എന്ന് പറഞ്ഞാൽ ഇവന് സാധാരണ ഒരു മനുഷ്യനല്ലോ എന്നൊക്കെ പറഞ്ഞ് തരം താഴ്ത്തി കെട്ടി. പക്ഷേ കർത്താവിന്റെ പ്രയാണം അത് വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ട് എന്നാൽ പിതാവിന്റെ ഇഷ്ടം പൂർത്തിയാക്കുക. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇഷ്ടം പൂർത്തിയാക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ ആമേൻ അഗതികൾക്കും വിധവമാർക്കും ന്യായം പാലിക്കുന്ന ദൈവം. ഹല്ലേലൂയ. മീൻപിടുത്തക്കാരെ ശുശ്രൂഷകരാക്കിയ ദൈവം യേശുവിന്റെ നാമത്തിൽ. കാടത്ത ചിന്തയുള്ളവനെ മനുഷ്യനാക്കിയ ദൈവം യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാക്കി. ഹല്ലേലൂയ. ഭൂതങ്ങളെ പുറത്താക്കി, മരിച്ചവരെ മടക്കിക്കൊടുത്തു, അത്ഭുതങ്ങളെ ചെയ്തു കാണിച്ചു. ആമേൻ. പച്ചവെള്ളത്തെ വീഞ്ഞാക്കി തീർത്തു. ആമേൻ. പാപത്തെ വെറുത്തു സംസാരിച്ചു, പാപം മരണത്തെക്കുറിച്ച് സംസാരിച്ചു, പാപം ചെയ്തവന് മരിക്കുമെന്ന് പഠിപ്പിച്ചു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. നന്മ മാത്രം ചെയ്യുന്ന ദൈവം. അങ്ങനെ യേശു ക്രിസ്തു മരിച്ചു, നമുക്ക് വേണ്ടി മരിച്ചു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ആമേൻ. ഹല്ലേലൂയ. പക്ഷേ വചനം പഠിപ്പിക്കുന്നത് യേശു ക്രിസ്തുവിനെ മരിച്ചവരെ ഇടയിൽ നിന്നും ഉയർപ്പിച്ച തന്നെ ആത്മാവ്. ആമേൻ. നമുക്കെല്ലാവർക്കും അറിയാം, തൃത്വത്തിൽ 3-ാമനായ പരിശുദ്ധി ആത്മാവ്. നമ്പർ 1 പിതാവ്, നമ്പർ 2 യേശു കർത്താവ്, നമ്പർ 3 പരിശുദ്ധ ആത്മാവ്. ആമേൻ. ഹല്ലേലൂയ. ദാറ്റ് റിയൽ ഹോളി സ്പിരിറ്റ്. ആ പരിശുദ്ധ ആത്മാവിനെ കൊണ്ടാണ് മരിച്ചവരെ ഇടയിൽ നിന്നും യേശു കർത്താവിനെ ഉയർപ്പിച്ചത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് ഹല്ലേലൂയ ശുശ്രൂഷയിലായിരിക്കുന്നവരെ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് ജീവിക്കുന്നവരുടെ നിങ്ങളുടെ മുമ്പിൽ ചോദിക്കുന്ന ചോദ്യം, ഈ പരിശുദ്ധി ആത്മാവിനെ കൊണ്ട് നിനക്കെന്താണ് പ്രയോജനം? മറുപടി കൊടുക്കാൻ ഈ പ്രഭാതത്തിൽ നമുക്ക് കഴിയും. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 11-ാമത്തെ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത്, യേശുവിനെ മരിച്ചവരെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിക്കാൻ പിതാവായ ദൈവം ഉപയോഗിച്ച ആത്മാവാണ് പരിശുദ്ധി ആത്മാവ്. ആ പരിശുദ്ധി ആത്മാവ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വന്നാൽ അവന്റെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ടാകും, അവന്റെ ജീവിതചര്യയിൽ വ്യത്യാസമുണ്ടാകും, അവൻ പാപത്തെ വെറുക്കും. ഹല്ലേലൂയ. പൈശാചിക
പൈശാചിക മണ്ഡലത്തെ എതിർക്കും എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ പരിശുദ്ധി ആത്മാവ് എന്ന് പറഞ്ഞാൽ അത് ശുദ്ധമായ ആത്മാവാണ്. അത് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ആത്മാവാണ്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം ഉടനീളം പഠിച്ചാൽ നമുക്ക് ആ വാക്യങ്ങളെ അറിയാൻ പറ്റും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അത് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന തന്റെ ആത്മാവ്, അതേ ആത്മാവാണ് നമ്മളിൽ വസിക്കുന്നു എന്ന് റോമാലേഖന കർത്താവ് പ്രൂവ് ചെയ്യുന്നു, റോമാലേഖന കർത്താവ് തെളിയിക്കുന്നു. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അഭിഷേകം പ്രാപിച്ച സഹോദര സഹോദരി കുടുംബങ്ങളെ, അഭിഷേകം പ്രാപിച്ചതിന്റെ കൂട്ടുവേലക്കാരെ, നമ്മളിൽ വസിക്കുന്ന ആത്മാവ് യേശു ക്രിസ്തുവിനെ ഉയർപ്പിക്കാൻ ദൈവം ഉപയോഗിച്ച ആത്മാവേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 16-ാമത്തെ വാക്യം, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു, എങ്കിലും ഞങ്ങളുടെ അകമയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. അതല്ലേ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത്? പ്രശ്നങ്ങളുടെ തീച്ചുളയായി പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു, പ്രത്യാശയ്ക്ക് ഭംഗം വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, നാളെയാകും എന്റെ വിടുതൽ, അല്ലെങ്കിൽ ഇന്ന് പ്രഭാതത്തിലാകും എന്റെ വിടുതൽ, അല്ലെങ്കിൽ ഇന്ന് സന്ധ്യയിലാകും എന്റെ വിടുതൽ, അല്ലെങ്കിൽ നാളെയാകും അത്ഭുതം, അല്ലെങ്കിൽ അടുത്തയാഴ്ചയാകും അത്ഭുതം, അല്ലെങ്കിൽ ഈ പ്രസംഗം കേട്ടതിന് ശേഷമാക്കും അത്ഭുതം. യേശുവിന്റെ രക്തത്താൽ ജയം. നോക്കിക്കോ, മനുഷ്യൻ കാത്തിരുന്നു തന്റെ നിശ്ചയദാർഢ്യം പോലും നശിച്ച ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കൊക്കെ നന്നായിട്ടറിയാം, ആർക്കും ദൈവത്തെ വേണ്ട, ആർക്കും ആരാധനയെ വേണ്ട, ആർക്കും പരിശുദ്ധാത്മാവിനെ വേണ്ട എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ മോടിക്കൾ വേണ്ടി ലോകത്തിൽ ജീവിക്കാൻ, ലോകക്കാരെ പോലെ ജീവിക്കാൻ. മടങ്ങി വരാം ഈ പ്രഭാതത്തിൽ. നമുക്ക് ഞാൻ വളരെ സ്നേഹത്തോടെ നിങ്ങളുടെ ഓരോരുത്തരോടും പറയുന്നു, നമുക്ക് യേശുവിൽ മടങ്ങി വരാം. എന്തിനാ ഈ പ്രഭാതത്തിൽ ഈ വചനം കൊട്ടിഘോഷിക്കുന്നത്? യേശുവിലേക്ക് മടങ്ങി വരാൻ, മനുഷ്യനായി ജീവിക്കാൻ, ദൈവം നിർമ്മിതമായി ജീവിപ്പാൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ഇഷ്ടത്തിന് ജീവിപ്പാൻ, ദൈവഹിതപ്രകാരം ജീവിക്കാൻ, ദൈവത്വമുള്ളവരായി ജീവിക്കാൻ, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവരായി ജീവിക്കാൻ, ദൈവത്തിന്റെ പ്രിയമക്കളായി ജീവിക്കാൻ, യേശുവിന് ഇഷ്ടമുള്ളതായി ജീവിക്കാൻ, യേശുവിന്റെ വഴിയിൽ നടക്കാൻ, പരിശുദ്ധാത്മ വഹിക്കുന്നവരായി ജീവിക്കാൻ, പരിശുദ്ധാത്മാവിനെ ഇഷ്ടം ചെയ്യുന്നവരായി ജീവിക്കാൻ. ആമേൻ. ആ വാക്യം പറയുന്നു, യേശു ക്രിസ്തുവിനെ മരിച്ചവരെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചതിന്റെ ആത്മാവിനെ കൊണ്ട്, അതേ പരിശുദ്ധി ആത്മാവിനെ കൊണ്ട്, അതേ പരിശുദ്ധി ആത്മാവാണ് നമ്മുടെ ഉള്ളിൽ ദൈവമാക്കി വെച്ചത്. ഒരാമേൻ പറയാമോ? അതേ പരിശുദ്ധ ആത്മാവിനെ കൊണ്ടാണ് പിതാവായ ദൈവം പുത്രനെ ഉയർപ്പിച്ചത്. നമുക്കറിയാം, റോമൻ സാമ്രാജ്യക്കാർ പറഞ്ഞു, ഇനി യേശു പുറത്തു വരല്. ഒരു വലിയൊരു കല്ലുരുട്ടി വെച്ചു, അത് റോമൻ ഇമ്പീരിയൽ മുദ്രയും പതിപ്പിച്ചു കാവൽക്കരമാക്കി തീർത്തു. ഉടമസ്ഥനെ, സകലത്തെയും ഉണ്ടാക്കിയ ഉടമസ്ഥനെ, സകലത്തിനും അധിപതിയായ ഉടമസ്ഥനെ, സകല നിർമ്മിക്കും ശില്പിയായിരുന്ന ഉടമസ്ഥനെ റോമൻ സാമ്രാജ്യക്കാർ ഒരു കല്ലറയിൽ അടച്ചു വെച്ചു. അത് യേശുവിന്റെ കല്ലറ പോലുമല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അരിമത്യക്കാരനായ യോസഫിന്റെ കല്ലറയിൽ അടച്ചു വെച്ചു, കാവൽക്കാരമാക്കി. ആമേൻ. യേശുവും യേശുവിന്റെ പരിപാടികളും ഇതോടെ കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ജനത്തിനിടയിൽ സംസാരമായി യേശു അവസാനിച്ചു. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഇതല്ലേ സംസാരം? പ്രാർത്ഥന അവസാനിച്ചു, ആരാധന അവസാനിച്ചു, അന്യഭാഷ അവസാനിച്ചു, സഭകൾ അവസാനിച്ചു, ദൈവദാസന്മാർ അവസാനിച്ചു, രക്ഷിക്കപ്പെട്ടവർ അവസാനിച്ചു, സ്നാനം അവസാനിച്ചു, പാപമോചനം അവസാനിച്ചു. എവിടെയൊക്കെ അവസാനിച്ചെന്ന് പറയുമോ? എവിടെയൊക്കെ നിയമസംഹിതകൾ സഭകളെ അടയ്ക്കാൻ തീരുമാനിക്കുന്നുവോ, ഒരു സഭ അടയുമ്പോൾ 1,00,000 സഭകളെ തുറക്കുന്ന കാര്യം മറന്നു പോകരുത്. എന്തുകൊണ്ട് ഈ വചനത്തിൽ ഇത്ര ശക്തി? എന്തുകൊണ്ട് യേശുവിനെ കുറിച്ച് ഇത്ര ഘോരഘോരം പ്രസംഗിക്കുന്നു? യേശു നമ്മെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്തവൻ, കൊലമരത്തിൽ നമ്മളെ വീണ്ടെടുത്തവൻ,
ജയിലിൽ നിന്ന് പുറത്താക്കിയവൻ, പാപത്തിന്റെ പങ്കുലയിൽ കഴിയാതെ വണ്ണം ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തിയവൻ, ഒരപ്പനെ പോലെ സ്നേഹിക്കുന്നവൻ, ഒരമ്മയെ പോലെ സ്നേഹിക്കുന്നവൻ, മകനെ മകളെ എന്ന് വിളിക്കുന്നവൻ, ഓമന പുത്രൻ, ദൈവത്തിന്റെ പുത്രൻ. ആമേൻ. ഇതേ യേശുവിനെ ഉയർപ്പിക്കാൻ തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ പരിശുദ്ധി ആത്മാവ്. അതേ ആത്മാവാണ് നമ്മൾ വിലസിക്കുന്ന കാര്യം മറന്നു പോകരുത്. പാപം ചെയ്യുമ്പോൾ, ലംഘനങ്ങൾ ചെയ്യുമ്പോൾ, സഹോദരന് വേദനയുണ്ടാക്കുമ്പോൾ, സഭകൾ തല്ലിത്തകർക്കാൻ തീരുമാനിക്കുമ്പോൾ, അഭിഷിക്തന്മാരെ തല്ലിത്തകർക്കാൻ തീരുമാനിക്കുമ്പോൾ, സഭയ്ക്കെതിരെ ക്രിസ്ത്യൻ ഫെലോഷിപ്പിനെതിരെ നിയമസംഹിതകൾ കൂട്ടിയെഴുതുമ്പോൾ, കോടതി വിധികൾ പുറപ്പെടുവിക്കുമ്പോൾ അറിയുക, യേശുവാണ് നമ്മുടെ ദൈവം. ആമേൻ. അതേ പരിശുദ്ധി ആത്മാവാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ലാതെ യേശുവിന്റെ നാമത്തിൽ ക്രിസ്തുവിനെ ഉയർപ്പിക്കാൻ വേറെ ആത്മാവ്, പാപം ക്ഷമിക്കാൻ വേറൊരു ആത്മാവ്, ലംഘനങ്ങളെ ക്ഷമിക്കാൻ മറ്റൊരു ആത്മാവ് ഇല്ലേ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഒരു ആത്മാവില്ല. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം, അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. കാരണമെന്ത്? അഭിമാനത്തിന്റെ കാരണം യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ച തന്റെ ആത്മാവ് എന്നിൽ ഉള്ളത് കൊണ്ട് അവനെ പ്രസാദിപ്പിക്കുന്ന കാര്യത്തിൽ, അവനെ ആരാധിക്കുന്ന കാര്യത്തിൽ, അവനെ സ്നേഹിക്കുന്ന കാര്യത്തിൽ, അവനോട് സംസാരിക്കുന്ന കാര്യത്തിൽ, അവനോട് കൂടെ ചേർന്ന് നടക്കുന്ന കാര്യത്തിൽ, അവന്റെ വഴിയെ പിന്തുടരുന്ന കാര്യത്തിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. ആമേൻ. ഈ ശബ്ദം കേൾക്കുന്ന എന്റെ പ്രിയ സ്നേഹിതരെ, എന്തിനാ യേശുവിന്റെ വഴിയിൽ നടക്കാൻ പറയുന്നത്? എന്തിനാ യേശുവിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ പറയുന്നത്? എന്തിനാ യേശുവിന്റെ ഇഷ്ടം ചെയ്യാൻ പറയുന്നത്? എന്തിനാ യേശുവിന്റെ ശബ്ദം കേൾക്കാൻ പറയുന്നത്? ആമേൻ. നമുക്ക് വഴികാട്ടിയായ ക്രിസ്തു എന്ന ദൈവമല്ലാതെ ഭൂമിയിൽ നമ്മോട് സംസാരിക്കാൻ ജീവനുള്ള മറ്റൊരു ദൈവമില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്റെ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, എന്റെ കൂട്ടുവേലക്കാരെ, കൂട്ടുവിശ്വാസികളെ, യേശുക്രിസ്തുവിനെ ഉയർപ്പിക്കാൻ തിരഞ്ഞെടുത്ത ആത്മാവിനെ കൊണ്ടാണ് നമ്മുടെ മർത്യമായ ശരീരങ്ങളെ ജീവിപ്പിക്കുന്നത്. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം, ഞൊടി നേരത്തുള്ള ഞങ്ങളുടെ ലഘുവായ കട്ടം അത്യന്തം അനവധിയായി. അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കുന്ന അത്യന്തം അനവധിയായി. എന്താ നമ്മുടെ ജീവിതത്തിൽ പെരുകിയത്? കടഭാരങ്ങൾ പെരുകി, കട്ടത പെരുകി, നിന്നയും പരിഹാസവും പെരുകി. ആമേൻ. ഒറ്റപ്പെടുത്തലും തള്ളപ്പെടുത്തലും പെരുകി. അപ്പനും അമ്മയും നമ്മെ ഉപേക്ഷിച്ചു, കൂട്ടുവേലക്കാർ ഉപേക്ഷിച്ചു, സഹോദരങ്ങൾ കണ്ടില്ല എന്ന് നടിച്ചു, കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ ബന്ധുക്കളും ചാർച്ചക്കാരും കൈവിട്ട് കഴിഞ്ഞു, കൂടെ ഇരിക്കാൻ സഹായിക്കാമെന്ന് പറഞ്ഞവരെന്നെ കാണാനില്ല. യേശുവിന്റെ നാമത്തിൽ അവരൊക്കെ നമ്മളെ ടാറ്റ പറഞ്ഞു പോയി. ആമേൻ. എന്താണെന്നറിയാമോ? മാനുഷിക സ്നേഹം ഒരല്പ സമയത്തേക്ക് മാത്രമേ ഉള്ളൂ. മനുഷ്യന്റെ ആശ്വാസം ഒരല്പ സമയത്തേക്ക് മാത്രമേ ഉള്ളൂ. മനുഷ്യന്റെ സഹായം ഒരു ചില നിമിഷങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ആമേൻ. ഈ കാലഘട്ടത്തിൽ ആരെങ്കിലും മറ്റൊരാൾ സഹായിച്ചാൽ വാട്സപ്പിലും ഫേസ്ബുക്കിലും ലൈക്ക് ചെയ്യുന്നത് പോലെ. ആമേൻ. എന്തിനാ? മറ്റുള്ളവരറിയാൻ. പക്ഷെ യേശു നമ്മളെ സഹായിക്കുന്നത് മറ്റുള്ളവരറിയാനല്ല, യേശു നമ്മുടെ ദൈവമെന്ന് തെളിയിക്കാൻ, നിനക്കാരുമില്ലെന്ന് തെളിയിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും നമ്മളെ വെറുക്കുമ്പോൾ, എല്ലാവരും നമ്മളെ തള്ളിക്കളയുമ്പോൾ, മാറ്റമില്ലാത്ത സ്നേഹിതൻ, മാറാത്ത ദൈവം, അവൻ പറഞ്ഞാൽ, വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവം, അവൻ നമ്മോട് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായി ചെയ്യുന്ന ദൈവം, അതേ ആത്മാവാണ് നമ്മുടെ ജീവിതത്തിൽ വസിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതേ ആത്മാവാണ് നമ്മുടെ മർത്യമായ ശരീരങ്ങളെ ജീവിപ്പിക്കുന്നത്. എന്താണ് മർത്യമായ ശരീരങ്ങൾ? ഹല്ലേലൂയ. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നോക്കി, നീ അങ്ങനെ ചെയ്യും, ഇങ്ങനെ സംഭവിക്കത്തുള്ളൂ, നിന്റെ കുടുംബത്തിൽ ഇങ്ങനെ സംഭവിക്കത്തുള്ളൂ, നിന്റെ കൂടിവരവിൽ ഇങ്ങനെ സംഭവിക്കത്തുള്ളൂ വിധി പറയുന്നവർ. വിധിക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ പ്രസംഗിക്കുന്ന സജീവ് പാസ്റ്ററെ വിധിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. ചെയ്തതും ചെയ്യാത്തതുമായ കാര്യങ്ങൾ പറഞ്ഞ് മാനസികമായി പീഡിപ്പിക്കാൻ ഈ കാലഘട്ടത്തിൽ ഒരു സംഘം എഴുന്നേറ്റ കാര്യം മറന്നു പോകരുത്.
ആമേൻ, പ്രൈസ് ദി ലോർഡ്. നമ്മെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. എന്നാൽ നമ്മുടെ മുഖമെന്ന് പറഞ്ഞാൽ നമ്മെക്കുറിച്ച് പറയുന്ന പരാതികളും പരീതനകളും ഒരുപാടായിരിക്കാം. ആകുലപ്പെടണ്ട, ഭാരപ്പെടണ്ട. യേശുക്രിസ്തുവിനെ ഉയർപ്പിക്കാൻ തിരഞ്ഞെടുത്ത അതേ ആത്മാവിനെയാണ് ദൈവം നമുക്ക് വേണ്ടി തന്നത്. അഭിമാനിക്കണം. ഈ പ്രഭാതത്തിൽ നിങ്ങൾ അഭിമാനിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. നമ്മുടെ ഞൊടിനേരത്തേക്ക് ലഘുവായ കട്ടങ്ങൾ അത്യന്തം അനവധിയായി പെരുകിയിരിക്കുന്നു. പക്ഷേ അതിന്റെ അടുത്ത വിഭാഗം വാക്യങ്ങളോട് വായിച്ചാൽ, ആമേൻ, 2 കൊരിന്ത്യർ 4:17 വാക്യത്തിന്റെ അടുത്ത ഭാഗം വായിച്ചാൽ, തേജസ്സിന്റെ നിത്യഗണം ഞങ്ങൾക്ക് കിട്ടുവാൻ ഖേദമാകുന്നു. എന്തുകൊണ്ട്? യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ച തന്റെ ആത്മാവിനെ കൊണ്ട്. ആ ആത്മാവ് നമ്മുടെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ അതിനെ അത്യന്തം അനവധിയായി അത് ഹേതുവാകുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനോട് നിനക്ക് എന്ത് ലാഭം? പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിനക്ക് എന്താണ് പ്രയോജനം? ഇത് പ്രാപിച്ചിട്ട് നിന്റെ ജീവിതത്തിൽ എന്താണ് ഗുണം? സഭയെ, ഒരു സഭ മുഴുവൻ പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ പുറത്തിരിക്കുന്നവരും അകത്തിരിക്കുന്നവരും ചോദിക്കുന്ന ചോദ്യം, ഈ ആത്മാവിനെ കൊണ്ട് നിനക്ക് എന്താണ് പ്രയോജനം? ഇന്ന് പ്രഭാതത്തിൽ ചോദിക്കുന്നവർക്ക് മറുപടി നമുക്ക് കൊടുക്കാം. വഴക്ക് കൂടാൻ വേണ്ടിയല്ല, ഹല്ലേലൂയ, ആരുടെ മുമ്പിൽ അഹങ്കരിക്കാൻ വേണ്ടിയല്ല. ഈ വചനത്തിന് മുമ്പിൽ വിറയലോടെ പറയട്ടെ, യേശുവിനെ മരിച്ചവരെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ ആത്മാവ്, ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് എന്ന് പറഞ്ഞാൽ, യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ച അതേ സെയിം ആത്മാവാണ് നമ്മുടെ ജീവിതത്തിൽ ബലമായി തീരുന്നത്. എപ്പോൾ? ബലഹീനതയിൽ, കട്ടതയിൽ, പ്രയാസത്തിൽ, പ്രതിസന്ധിയിൽ, ആകുലതയിൽ, വേദനയിൽ, കടഭാരത്തിൽ, നിന്ദയിൽ, നിരാശയിൽ, രോഗത്തിൽ, പ്രതിസന്ധിയിൽ, പ്രതികൂലത്തിൽ അവർ നമുക്ക് ബലമായി തീരും. ചേർന്നൊരാമയും പറയാമോ? ഈ ശബ്ദം കേൾക്കുന്ന എന്റെ പ്രിയ സ്നേഹിതരെ, നിങ്ങൾ എന്തിനാ ആകുലപ്പെടുന്നത്? നിങ്ങൾ എന്തിനാ ഭാരപ്പെടുന്നത്? ആമേൻ. രക്ഷിക്കപ്പെട്ട മാനസാന്തരപ്പെട്ടു എന്ന കാരണത്താലാണോ? അതോ രക്ഷയിലേക്ക് വരാൻ പോകുന്നു എന്ന കാരണത്തിലാണോ? അതോ ക്രിസ്ത്യാനികൾ എന്ന പേര് കിട്ടിയെന്ന കാരണത്തിലാണോ നിങ്ങൾ ദുഃഖിതരായിരിക്കുന്നത്? നമുക്ക് മടങ്ങി വരാം യേശുക്രിസ്തുവിൽ. യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചതിന്റെ ആത്മാവിനെ കൊണ്ട് നമ്മുടെ മർത്യമായ ശരീരങ്ങളെ വിടുവിക്കുമെന്ന് പറഞ്ഞാൽ, ഈ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഞൊടി നേരത്തേക്കുള്ള കട്ടങ്ങൾ സാരമില്ലെന്നെണ്ണണം. എന്തിന്? അപ്പൊ ചോദിക്കാം, അഭിഷിക്തനെ, ഞങ്ങൾ അനുഭവിക്കുന്ന മാനസിക പീഡനങ്ങൾ, ഞങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഏറ്റവും പെരുകിയിരിക്കുന്നു. മറുപടി, ആ പെരുകിയിരിക്കുന്ന നടുവിൽ കൂടെ വഴി തുറപ്പാൻ ശക്തനായ ഒരു പരിശുദ്ധാത്മാവിനെയാണ് പ്രാപിച്ചുവെങ്കിൽ നീ എന്നത്തിന് ആകുലപ്പെടുന്നത്? ഏത് കാര്യത്തിലാണ് വ്യാകുലം അനുഭവിക്കുന്നത്? അകത്തിരിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് പുറത്തെ ജഡമനുഷ്യനെ ബലപ്പെടുത്താൻ ദൈവത്തിനറിയാം. യേശുവിന്റെ നാമത്തിൽ ആമേൻ. 2 കൊരിന്ത്യർ 4:18 വാക്യം, കാണുന്നതിനല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. മടങ്ങി വരാം. കാണുന്നത് താൽക്കാലികം. ഈ അനുഭവിക്കുന്ന കട്ടത താൽക്കാലികം, ഈ അനുഭവിക്കുന്ന കണ്ണുനീർ താൽക്കാലികം. ദൈവത്തിന്റെ കരമെന്ന് കണ്ണുനീർ തൊട്ടാൽ പിന്നെ കണ്ണുനീർ വരത്തില്ല. ഈ അനുഭവിക്കുന്ന രോഗം താൽക്കാലികം. ദൈവത്തിന്റെ ശബ്ദം കേട്ടാൽ ആ രോഗം സൗഖ്യമാകും. ഈ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ താൽക്കാലികം. നമ്മുടെ മുമ്പിൽ ദൈവം ഒരു അത്ഭുതം ചെയ്താൽ നമ്മെ പിന്നിൽ അനുഭവിച്ച കട്ടതയും പ്രതികൂലം താൽക്കാലികം. ഈ ഒറ്റപ്പെടുത്തൽ താൽക്കാലികം. ആമേൻ. ദൈവം നമ്മുടെ കൂടെ നടക്കാൻ തുടങ്ങിയാൽ 1,00,000 ജനത കൂടെ നടക്കുന്നത് പോലെ നമ്മൾ ഒറ്റയ്ക്കല്ല. അപ്പോൾ ഈ ഒറ്റപ്പെടുത്തലും താൽക്കാലികം. ഭവനമില്ലായ്മ താൽക്കാലികം. നിത്യത നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. നിത്യമായൊരു ഭവനം നമുക്ക് വേണ്ടി ദൈവം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഭൂമിയിൽ നമ്മൾ ഭവനമില്ലാതെ ജീവിക്കുന്നത് താൽക്കാലികം. ഈ കടഭാരം താൽക്കാലികം.
ദൈവത്തിന്റെ ഭണ്ഡാരം തുറന്നാൽ ഈ കടഭാരവും താൽക്കാലികം, ഈ ആകുല ചിന്തയും താൽക്കാലികം. ദൈവം ഒരു വാക്ക് കൽപ്പിച്ചാൽ അതും താൽക്കാലികം. വിശ്വസിക്ക് യേശുവിന്റെ നാമത്തിൽ. 4-ാം അധ്യായത്തിന്റെ 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം, കാണുന്നതിനല്ല നാം ഇപ്പോൾ കാണുന്നത്, ഇപ്പോൾ അനുഭവിക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ വചനം പറയുന്നു കാണുന്നതിനല്ല, കാണാത്തതിനെ അത്രേ. എന്താണ് കാണാത്തത്? ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്. ഈ രാവിലെ നമ്മുടെ ചിന്തകൾക്ക് ഒരല്പ വ്യത്യാസം കൊണ്ടുവരാം. കഴിഞ്ഞ രാത്രിയിൽ ചിന്തിച്ചു, കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു കിട്ടി, ഇപ്പോൾ ജപ്തി നടപടികൾ വരും, ഇപ്പോൾ കടക്കാർ വന്ന് വാതിലും മുട്ടും, ഇപ്പോൾ ഗേറ്റ് അവർ ലോക്ക് ചെയ്തിട്ട് പോകും, എന്റെ മക്കൾക്ക് സ്കൂളിൽ പഠിക്കാനോ പോകാനോ പറ്റാത്ത നിലയുള്ള പ്രശ്നങ്ങളെ അഴിച്ചുവിടും. നോ. പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവർണ്ണി യേശുവിനെ ഉയർപ്പിച്ച തന്റെ ആത്മാവാണ് നിങ്ങൾ വിലസിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ മർത്യമായ ശരീരങ്ങളെ ജീവിപ്പിക്കുമെന്ന് പറഞ്ഞാൽ വിടുതലിലേക്ക് കൊണ്ടുവരും. മരിച്ചാലും അവൻ നമ്മെ ജീവിപ്പിക്കും. 2-ാമത്തെ വാക്യം 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം, കാണുന്നതിനെ അല്ല. വിശ്വസിക്കാമോ? പ്രശ്നമാണ്, പ്രതിസന്ധിയാണ്, ആകുലതയാണ്, കട്ടതയാണ്, നിന്ദയാണ്, നിരാശയാണ്, കടഭാരമാണ്, ഭക്ഷണമില്ലായ്മ, വീടില്ലായ്മ, വാഹനമില്ലായ്മയായിരിക്കാം. കാണുന്നതിനെയല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആരാ ഞങ്ങൾ? പ്രസക്തമായൊരു ചോദ്യമാണ്. ആരാണ് ഞങ്ങൾ? യേശു ക്രിസ്തുവിന്റെ ആത്മാവിനെ സ്വീകരിച്ചവർ. അപ്പോൾ ചോദിക്കാം, രക്ഷിക്കപ്പെട്ടവരെ ദൈവമാണോ? ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രം തീരെ കൊടുത്ത യേശുവാണോ? അത് ക്രിസ്ത്യൻ സമൂഹത്തിന് വേണ്ടി മാത്രമുള്ള ദൈവമാണോ? ചോദ്യങ്ങൾക്ക് വിരാമം കുറിക്കാം. അല്ലേ? അല്ല. സകല മാനവരാശിക്കും വേണ്ടി ജാതി, മതഭേദ, വർണ്ണ, വർഗ, സഭാ വ്യത്യാസമെന്നേ, വെളുത്തവനൊന്നോ കറുത്തവനൊന്നോ വ്യത്യാസമില്ലാതെ, പഠിപ്പുള്ളവനോ പഠിപ്പില്ലാത്തവനൊന്നോ വ്യത്യാസമില്ലാതെ, ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ, രോഗിയെന്നോ സൗഖ്യമുള്ളവനെന്നോ വ്യത്യാസമില്ലാതെ, പണമുള്ളവനെന്നോ പണമില്ലാത്തവനെന്നോ വ്യത്യാസമില്ലാതെ, യേശുവിന്റെ നാമത്തിൽ ജാതിയിൽ താഴ്ന്നവനോ ജാതിയിൽ കുറഞ്ഞവനെന്നോ വ്യത്യാസമില്ലാതെ സകലർക്കും വേണ്ടി അവതരിച്ചതാണ് നമ്മുടെ കർത്താവ്. സകലർക്കും വേണ്ടി യേശുവിന്റെ നാമത്തിൽ. ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ച തന്റെ ആത്മാവ് നമ്മളിൽ ഉള്ളത് കൊണ്ടാണ്. ആമേൻ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ശബ്ദം കേട്ടെന്റെ പ്രിയ സ്നേഹിതരെ, ഈ ശബ്ദം ഈ പ്രഭാതത്തിൽ ശ്രവിക്കുന്നതിന്റെ പ്രിയ സുഹൃത്തുക്കളെ, ശുശ്രൂഷകരെ, ടീം ലീഡേഴ്സുമാരെ, സഭ നയിക്കുന്നവരെ, മിഷൻ നയിക്കുന്നവരെ, മിനിസ്ട്രികൾ നയിക്കുന്നവരെ, ആകുലപ്പെടണ്ട, ഭാരപ്പെടണ്ട. ദൈവം നമുക്ക് അത്ഭുതം ചെയ്യും. നമ്മുടെ വിശ്വാസം അതാണ്. ദൈവം നമുക്ക് അത്ഭുതം ചെയ്യും. ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരെ, ഇതിനുവേണ്ടി ഈ പ്രഭാതത്തിൽ വാഞ്ചിക്കുന്നവരെ, ഇതിനുവേണ്ടി കാത്തിരിക്കുന്നവരെ, നിങ്ങളുടെ പാപങ്ങളെ ദൈവത്തിന് മേൽ ഏറ്റുപറയുക. നിങ്ങളുടെ ലംഘനങ്ങളെ ദൈവത്തിന് മേൽ ഏറ്റുപറയുക. നിങ്ങളുടെ കുറവുകളെ ദൈവത്തിന് മേൽ ഏറ്റുപറയുക. ആമേൻ. നിങ്ങളുടെ വഴിവിട്ടുള്ള ജീവിതങ്ങളെ ദൈവത്തിന് മേൽ ഏറ്റുപറയുക. നിങ്ങളുടെ മദ്യപാന ആസക്തി ദൈവത്തിന് മേൽ ഏറ്റുപറയുക. നിങ്ങളുടെ പുകവലിയുടെ ആസക്തി ദൈവത്തിന് മേൽ ഏറ്റുപറയുക. നിങ്ങളുടെ കപടത്വം ദൈവത്തിന് മേൽ ഏറ്റുപറയുക. നിങ്ങളുടെ ആകാത്ത വഴികളെ ദൈവത്തിന് മേൽ ഏറ്റുപറയുക. യേശു കർത്താവിനെ നാഥനും രക്ഷിതാവുമായി ഹൃദയത്തിൽ ഏറ്റുകൊള്ളുക. പാപത്തിന്റെ വഴി നടക്കാതിരിക്കുക. അടിപിടി അക്രമത്തിൽ പോകാതിരിക്കുക. കഞ്ചാവിനും മയക്കുമരുന്നിനും സേവിക്കാതിരിക്കുക. അതിന് ഉപയോഗിക്കാതിരിക്കുക. അത് ഉപയോഗിക്കുന്നവരെ നാശത്തിലേക്ക് വഴിയാകുന്നെന്ന് പറഞ്ഞു പഠിപ്പിക്കുക. ലോക ജനത ദൈവത്തിൽ വരട്ടെ. ലോക ജനത മനുഷ്യനായി ജീവിക്കട്ടെ. ഹല്ലേലൂയ. കൊലപാതകങ്ങളും നിർത്തൽ ചെയ്യുക. അതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. ഗുണ്ടാ സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. ഒരു കാരണവശാലും യേശു കർത്താവിന്റെ ആത്മാവിനെ പ്രാപിപ്പാൻ, യേശു കർത്താവിന്റെ വഴിയിൽ നടപ്പാൻ, യേശു കർത്താവിന്റെ ശബ്ദം കേൾപ്പാൻ നമുക്ക് ഈ പ്രഭാതത്തിൽ ഒരുങ്ങാം.
മദ്യത്തിനും മയക്കുമരുന്നിനും അടിമത്തലായിരിക്കുന്നവരെ, ആരെങ്കിലും ശബ്ദം കേൾക്കുന്നെങ്കിൽ ഞാൻ വളരെ സ്നേഹത്തോടെ കരുതലോടെ പറയാം, അത് ഉപേക്ഷിക്കാൻ സമയമായി. അത് നിന്നെ കൊല്ലും, നിന്നെ ബലഹീനപാത്രമാക്കി തീർക്കും, നിന്നെ ജയിലിലേക്ക് കൊണ്ടുപോകും, നിന്റെ കുടുംബത്തെ തകർത്ത് കളയും, നിന്റെ സമൂഹത്തിന്റെ പ്രതിബദ്ധതകളെ തകർത്ത് കളയും, നിന്റെ ശരീരത്തെ ഉടച്ചു കളയും, നിന്റെ വിദ്യാഭ്യാസത്തെ നശിപ്പിച്ചു കളയും, പേരും പെരുമയും ഇല്ലാതായിത്തീരും, നിന്റെ ആരോഗ്യം പെട്ടുപോകും. യേശുവിന്റെ നാമത്തിൽ നിന്റെ മക്കൾ നിന്നെ വിട്ട് മാറിപ്പോകും, നിന്റെ ഭാര്യ നിന്നെ വിട്ട് മാറിപ്പോകും. നമുക്ക് ആ വഴി വേണ്ട. യേശു കർത്താവിനെ മരിച്ചവരെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചതിന്റെ ആത്മാവിനെ കൊണ്ട് നിന്റെ പാപമുള്ള ശരീരത്തെ, പാപമുള്ള ജീവിതത്തെ ക്രിസ്തുവിൽ ആദായപ്പെടുത്താൻ ദൈവത്തിനറിയാം. ദൈവത്തിന്റെ വഴിയിലേക്ക് വരാം, യേശു കർത്താവിന്റെ വഴിയിലേക്ക് വരാം. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് മുമ്പേ പറഞ്ഞ വാക്ക് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുന്നത് ക്രിസ്ത്യാനികളുടെ മാത്രം ദൈവമല്ല, ഇതേതെങ്കിലും ഒരു സഭാവിഭാഗത്തിന്റെ ദൈവവുമല്ല, ഇതൊരു പ്രത്യേക ജാതിയുടെ ദൈവമല്ല, ഇതൊരു പ്രത്യേക മതവിഭാഗം കുത്തിപ്പൊക്കുന്ന ദൈവമല്ല, ഇതൊരു മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന ദൈവമല്ല. ആമേൻ, ഹല്ലേലൂയ. ഇത് ദൈവ സ്നേഹം വെളിപ്പെടുത്തുന്ന ദൈവം. അതേ ആത്മാവിനെ കൊണ്ട് നമ്മുടെ മർത്യമായ ശരീരങ്ങളെ ജീവിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിനും വഴി നടത്തും. യേശു ക്രിസ്തുവിനെ വെറുപ്പിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത അതേ പരിശുദ്ധി ആത്മാവ്. ആമേൻ, ആമേൻ. വളരെ സ്നേഹത്തോടെ, വളരെ ബഹുമാനത്തോടെ നിങ്ങളോട് പറയട്ടെ, നമുക്ക് യേശുവിൽ മടങ്ങി വരാം. ആ ആത്മാവ് 2 തിമോഥെയോസ് 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം, ഭീരുത്വത്തിന്റെ ആത്മാവിനല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മാവത്രേ ദൈവം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അവൻ നമ്മെ അനാഥരായി വിടുന്ന ദൈവമല്ല, അവൻ നമ്മെ കാണാതെ പോകുന്ന ദൈവമല്ല, അവൻ നമ്മെ കരുതുന്ന കർത്താവ്. രാവിലെ നമ്മൾ കേട്ട തിരുവചന വേദഭാഗം, യേശു ക്രിസ്തുവിനെ മരിച്ചവിടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ ആത്മാവ്, അതേ പരിശുദ്ധാത്മാവ് പ്രാപിപ്പാൻ ലോകമെന്തോ നമ്മെക്കുറിച്ച് പറയട്ടെ, ലോകക്കാരെന്തോ പറയട്ടെ, ബന്ധുക്കളും ചർച്ചക്കാരും എന്തോ പറയട്ടെ, ഭാര്യയും ഭർത്താവ് ചേർന്ന് മക്കളെ തള്ളി പറയട്ടെ, മക്കളും അമ്മയും അപ്പനും ചേർന്ന് സമൂഹത്തെ തള്ളി പറയട്ടെ, ഭാരപ്പെടേണ്ട. അവരറിവില്ലായ്മയാണ്, അവരുടെ പാപമാണ് അതൊക്കെ ചെയ്യിക്കുന്നത്. നമുക്ക് അവരെയും ദൈവ വഴിയിലേക്ക് കൊണ്ടുവരാം. ആമേൻ, ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിക്കാൻ. കാഹളം ധ്വനിക്കാൻ സമയമായി. കാന്തന്റെ വരവ് ഏറ്റവും അടുത്തുപോയി. യുദ്ധശ്രുതികൾ കേട്ടുകഴിഞ്ഞു. സമൂഹത്തിൽ ജാതിയോടും മതത്തോടും എതിർത്ത് കഴിഞ്ഞു. ഒരു മതത്തിൽ തന്നെ പല ഭിന്നതകൾ വന്നു കഴിഞ്ഞു. ആർക്കും സ്നേഹമില്ലാതായി തീർന്നു, ആർക്കും കരുണയില്ലാതായി തീർന്നു. കാഹളം ധ്വനിക്കാൻ സമയമായി. ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ നമുക്ക് സാരമില്ലെന്നെണ്ണാം. യേശുവിനെ ഉയർപ്പിച്ച തന്റെ പരിശുദ്ധ ആത്മാവിനെ കൊണ്ട് നമ്മുടെ എല്ലാ കഷ്ടതയ്ക്കും പരിഹാരം വരുമെന്ന്, എല്ലാ പ്രതികൂലത്തിനും പരിഹാരമുണ്ട്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ നിൽക്കുന്നതിൽ ചേർത്തടച്ച് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ കർത്താവേ, പൊന്നുനാമ ഈ രാവിലെ മഹത്വമെടുത്തതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ശബ്ദം കേൾപ്പിച്ച അങ്ങനെ പരിശുദ്ധാത്മാവിനായി താങ്ക്സ് പറയുന്നു കർത്താവേ. ഇത് കേട്ട ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഗാഡ് ഹൂസ് മിനിസ്റ്റർഡ് ബന്ധത്തിൽ കർത്താവെ, ഈ ശബ്ദം അത്ഭുതം ചെയ്യണമേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. രോഗികളായി ഞങ്ങളുടെ സഹോദര കുടുംബങ്ങളുണ്ട്, കടഭാരം അനുഭവിക്കുന്നവരുണ്ട് കർത്താവെ, നിന്നയിലും നിരാശയിലുമായവരുണ്ട്. ഹല്ലേലൂയ. ആരെങ്കിലും കർത്താവ് ഈ ശബ്ദം കേട്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്യണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു അനുഗ്രഹമായിരിക്കാൻ സ്വർഗമിടിയാക്കണമേ. പ്രാർത്ഥന കേട്ടുവല്ലോ, ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ
അധികാരമുള്ള നാമത്തിൽ തന്നെ നല്ല കർത്താവേ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ ധാരാളമായി സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പേര് പാസ്റ്റർ സാജി. ഞാൻ ട്രിവാൻഡ്രത്ത് കാക്കമലയിൽ കുടുംബമായി താമസിച്ച് ദൈവിക വേല ചെയ്യുന്നു. നിങ്ങളുടെ ദൈവം ഇരട്ടി പങ്ക് അഭിഷേകത്തോടെ മാനിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. சோர்ந்து போகாதே மனமே, சோர்ந்து போகாதே, சோர்ந்து போகாதே மனமே, சோர்ந்து போகாதே. கண்டுனை அழைத்த தேவன் கைவிடுவாரோ, கண்டுனை அழைத்த தேவன் கைவிடுவாரோ. சோர்ந்து போகாதே மனமே, சோர்ந்து போகாதே. துன்பங்கள் தொல்லைகள் உன்னை சூழ்ந்து கொண்டாலும் அன்பர் உன்னை தேற்றும் நேரம் ஆனந்தமல்லோ. அன்பர் உன்னை தேற்றும் நேரம் ஆனந்தமல்லோ. சோர்ந்து போகாதே மனமே, சோர்ந்து போகாதே. சோதனைகளை சகிப்போன் பாக்கியவானல்லோ. சோதனைகளை சகிப்போன் பாக்கியவானல்லோ. ஜீவ கிரீடம் சூடும் நேரம் என்ன பேரின்பம். ஜீவ கிரீடம் சூடும் நேரம் என்ன பேரின்பம். சோர்ந்து போகாதே மனமே, சோர்ந்து போகாதே. வாக்களித்த தேவனை நீ பாடிக்கொண்டாடே. வாக்களித்த தேவனை நீ பாடிக்கொண்டாடே. ஊக்கமான ஆவி உன்னை தாங்க வந்தாடே. ஊக்கமான ஆவி உன்னை தாங்க வந்தாடே. சோர்ந்து போகாதே மனமே, சோர்ந்து போகாதே. கண்டுனை அழைத்த தேவன் கைவிடுவாரோ. கண்டுனை அழைத்த தேவன் கைவிடுவாரோ. சோர்ந்து போகாதே மனமே, சோர்ந்து போகாதே.